എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 56, 57 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. കവി വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടിയിട്ട് കാണുന്ന കാഴ്ചകളെ പറ്റിയിട്ടാണ്. പലതും കണ്ടു, കൈലാസം കണ്ടു, അതിനുശേഷം രാമായണ കഥ നടന്നിട്ടുള്ളതായ പ്രദേശങ്ങൾ മുഴുവനും കണ്ടു, ഗോദാവരി നദിയെയൊക്കെ കണ്ടു. അതിനെ പറ്റിയിട്ടാണ് കുറച്ചുകൂടി വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 56ാമത്തെ ശ്ലോകം നോക്കാം. പരിഭ്രമച്ഛംഖനഖാർപ്പിതാനി രേഖാസഹസ്രാണി തടോപകണ്ഠേ അസ്യാ ജഗദ്വിശ്രുതവൈഭവായ പ്രശസ്തിവർമ്മശ്രിയമുദ്വഹന്തി. ആദ്യം പദച്ഛേദം പറയാം. പരിഭ്രമച്ഛംഖനഖാർപ്പിതാനി രേഖാസഹസ്രാണി തടോപകണ്ഠേ അസ്യാഹ ജഗദ്വിശ്രുതവൈഭവായാഹ പ്രശസ്തിവർമ്മശ്രിയം ഉദ്വഹന്തി. വളരെ കുറച്ച് മാത്രമേ പദച്ഛേദം പറയാനുള്ളൂ. ഇവിടെ ഗോദാവരി നദിയുടെ കാര്യം തന്നെയാണ് പറയണത്. നദിയിൽ ധാരാളം പവിഴങ്ങളും മുത്തുകളും ഒക്കെ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് സുന്ദരിമാരായിട്ടുള്ള പാണ്ഡ്യ സ്ത്രീകൾ ധരിക്കുന്നുണ്ട് മാലയായിട്ട് എന്നുള്ളതും അവിടെ പറയണ്ടായി. ഇവിടെ പറയാണ്, നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം. തടോപകണ്ഠേ പരിഭ്രമച്ഛംഖനഖാർപ്പിതാനി രേഖാസഹസ്രാണി. തട ഉപകണ്ഠം. തടം എന്ന് പറഞ്ഞാൽ തീരമാണ്, ഗോദാവരി നദിയുടെ തീരം. അതിൻ്റെ ഉപകണ്ഠത്തിൽ, ഉപകണ്ഠം സമീപം, സമീപ പ്രദേശത്ത് നദീതീരത്തിൻ്റെ പുഴയോടടുത്തുള്ള ഭാഗങ്ങളിൽ പരിഭ്രമച്ഛംഖനഖാർപ്പിതാനി, ആ വെള്ളത്തിലിങ്ങനെ തിരമാലകൾ, വെള്ളത്തിൻ്റെ തിരമാലകൾ അല്ലെങ്കിൽ ഒഴുക്ക് ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ അവിടെയൊക്കെ ശംഖുകളുണ്ടത്രേ. സാധാരണ ശംഖ്, ചിപ്പി, മുത്ത് എന്നൊക്കെ ഉള്ളത് നദിയിലല്ല കാണുക, കടലിലാണ് കാണുക. പക്ഷേ ഇവിടെ കടലിൽ കാണുന്ന വസ്തുക്കളൊക്കെ ഗോദാവരിയിലുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് ശംഖുമുണ്ട് എന്ന് കവി കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാണ്. ഈ ശംഖിങ്ങനെ, ശംഖിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ജീവി ഉണ്ടല്ലോ, അത് ആ ജീവി അതിലിരിക്കുന്നത് കൊണ്ട് അത് സഞ്ചരിക്കും അത്രേ, ഉരുണ്ടുരുണ്ട് ഓരോ ഭാഗങ്ങളിലേക്ക് പോവും. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. പരിഭ്രമത് എന്ന് പറഞ്ഞാൽ ഉരുണ്ട് നടക്കുന്നതായ, നീങ്ങിക്കൊണ്ടിരിക്കുന്നതായ ശംഖിനാൽ. അവിടെ ജീവിയെ പറ്റിയിട്ടൊന്നും പറയണില്ല. ശംഖ് എന്താ ചെയ്യണത്? ശംഖമാകുന്ന നഖത്താൽ അർപ്പിക്കപ്പെട്ട, ശംഖിൻ്റെ അറ്റം എന്നുള്ളത് നഖമായിട്ട് കൽപ്പിക്കുകയാണ് കവി. നായകനാകുന്ന ഒരാളുടെ നഖമായിട്ട് ശംഖിൻ്റെ അറ്റങ്ങളെ കൽപ്പിക്കുകയാണ്. ആ ശംഖമാകുന്ന നഖങ്ങളാൽ അർപ്പിക്കപ്പെട്ടതായ ശംഖത്തിൻ്റെ വക്കുകളെയൊക്കെ ഒരു നഖമായിട്ട് പറയുമ്പോൾ നഖത്തിന് നല്ല മൂർച്ച ഉണ്ടാവും. ആ മൂർച്ചയുള്ള നഖങ്ങളെ കൊണ്ട് അർപ്പിക്കപ്പെട്ടതായ, അവിടെ ചിഹ്നിതങ്ങളായ എന്നർത്ഥം. അതാണ് പരിഭ്രമച്ഛംഖനഖാർപ്പിതാനി രേഖാസഹസ്രാണി. ആ ശംഖിൻ്റെ നഖം കൊണ്ട് കോറി വരച്ചതായിട്ടുള്ള പലതരത്തിലുള്ള രേഖകൾ, ആയിരക്കണക്കിന് രേഖകൾ. അതായത് ഈ ശംഖ് ഇങ്ങനെ ഉരുണ്ടുരുണ്ടു പോകുമ്പോൾ അതിൻ്റെ മൂർച്ചയുള്ള വക്കുകൾ കൊണ്ട് ഈ തടത്തിലുള്ളതായ, തീരത്തിലുള്ളതായ മണലിൽ കോറിയ പോലത്തെ പാടുകൾ ഉണ്ടാവും. ആ പാടുകളെ കവി കൽപ്പിക്കുകയാണ് ഈ നദിയുടെ തീരത്ത് നായകനാൽ ഉണ്ടാക്കപ്പെട്ടതായ നഖക്ഷതങ്ങളാണ്, നഖ ചിഹ്നങ്ങളാണ് എന്നാണ് കവി പറയണത്. അതാണ് പരിഭ്രമച്ഛംഖനഖാർപ്പിതാനി രേഖാസഹസ്രാണി. രേഖാസഹസ്രങ്ങൾ, ആയിരക്കണക്കിന് വരകൾ. അത് അസ്യാഹ, അവളുടെ, അതായത് ഗോദാവരി നദിയുടെ, ജഗദ്വിശ്രുത വൈഭവായാഹ പ്രശസ്തി വർണ്ണശ്രിയം ഉദ്വഹന്തി. പ്രശസ്തി എന്ന് പറഞ്ഞാൽ കീർത്തിയാണ്, യശസ്. ആ നദിയുടെ യശസ്, അതായത് ഗോദാവരി നദിയുടെ ഒരു യശസ് അല്ലെങ്കിൽ കീർത്തി ലോകം മുഴുവനും കേട്ടിട്ടുണ്ട്. ആ കീർത്തി എഴുതി വച്ചിരിക്കുകയാണോ എന്ന് കവി സംശയിക്കുകയാണ് ചെയ്യണത്. ഇവിടെ പറയണത് ജഗദ്വിശ്രുത വൈഭവായാഹ അസ്യാഹ ഗോദാവര്യാഹ. ജഗത്തിൽ മുഴുവനും പ്രസിദ്ധമായിട്ടുള്ള, ജനങ്ങളെല്ലാം കേട്ടതായ വൈഭവങ്ങളോടുകൂടിയ, വൈഭവം, കഴിവ്, അല്ലെങ്കിൽ ആ ഗോദാവരി നദിയുടെ വിശുദ്ധി, ജലത്തിൻ്റെ അളവ്, ഒഴുക്കിൻ്റെ ശക്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ ആ നദി വളരെ പ്രസിദ്ധമാണ്.
ആ പ്രസിദ്ധി ശംഖ് വന്ന് ശംഖിൻ്റെ അറ്റങ്ങളെ കൊണ്ട് നദീതീരത്ത് എഴുതി വച്ചിരിക്കുകയാണ്. എന്ത്? ഈ നദിയുടെ പ്രശസ്തി മുഴുവനും. സാധാരണഗതിയിൽ പണ്ടത്തെ കാലത്തൊക്കെ രാജാക്കന്മാരുടെ പ്രശസ്തികൾ പല ദിക്കിലും എഴുതി വയ്ക്കാറുണ്ട്. പാറയിൽ എഴുതി വയ്ക്കാറുണ്ട്, ചെമ്പ് തകിടിൽ എഴുതി വയ്ക്കാറുണ്ട്, അതുപോലെ ഭിത്തികളിൽ എഴുതി വയ്ക്കാറുണ്ട്, ഈ കരിങ്കൽ പാറക്കെട്ടുകളിൽ എഴുതി വയ്ക്കാറുണ്ട്. അങ്ങനെ പല ദിക്കിലും രാജാക്കന്മാരുടെ പ്രശസ്തികൾ എഴുതി വയ്ക്കാറുണ്ട്. അതുപോലെ ഈ ഗോദാവരി നദിയുടെ പ്രശസ്തി അതിൻ്റെ തന്നെ മണൽത്തിട്ടയിൽ എഴുതി വച്ചിരിക്കുകയാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? ശംഖിൻ്റെ നഖങ്ങൾ, ശംഖാകുന്ന നഖങ്ങൾ, ശംഖിൻ്റെ എന്നല്ല പറയേണ്ടത്, ശംഖാകുന്ന നഖങ്ങൾ അവിടെ ഗോദാവരി നദിയുടെ പ്രശസ്തി എഴുതി വച്ചിരിക്കുകയാണ്. ഈ ശംഖിൻ്റെ ഉരുളിച്ച കൊണ്ടുണ്ടാകുന്നതായ രേഖകളെ പറ്റിയിട്ട് കവി വർണ്ണിക്കുകയാണ്. ആ രേഖകൾ കണ്ടാൽ അവിടെ എന്തൊക്കെയോ അക്ഷരങ്ങൾ എഴുതി വച്ചിരിക്കണ പോലെ. ആ അക്ഷരങ്ങൾ എന്തായിരിക്കാം? ഗോദാവരി നദിയുടെ പ്രശസ്തി ആയിരിക്കാം എന്ന് അനുമിക്കുകയാണ് ചെയ്യണത്. ഇവിടെ നദിയുടെ തീരം അല്ലെങ്കിൽ നദിയെ ഒരു സ്ത്രീയായിട്ട് കൽപ്പിക്കുന്നുണ്ട്. ആ നദീതീരത്ത് അസ്യാഹ എന്ന് പറയുമ്പോൾ സ്ത്രീയാണല്ലോ, സ്ത്രീലിംഗം തന്നെയാണ്. നദീപദം സ്ത്രീലിംഗത്തിലാണ് പ്രയോഗിക്കുന്നത്. ഒരു നായികാ സങ്കല്പം കൂടി വരുന്നുണ്ട് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആരോ എഴുതി വച്ചതായ, നഖങ്ങളാൽ എഴുതി വച്ചതായ പ്രശസ്തിയെ പറ്റിയിട്ടും പറഞ്ഞു. നായികയുടെ ശരീരത്തിൽ നായകൻ്റെ നഖങ്ങളാൽ ഏൽപ്പിക്കപ്പെട്ട ക്ഷതങ്ങളെ പറ്റിയിട്ട്, നഖക്ഷതങ്ങളെ പറ്റി വർണ്ണിച്ചതുകൊണ്ട് ഒരേ സമയം ഒരു നായിക വൃത്താന്തവും ശംഖ് കൊണ്ട് എഴുതപ്പെട്ടതായ ഗോദാവരി നദിയുടെ തീരവും വർണ്ണിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സമാസോക്തി എന്നുള്ള അലങ്കാരമാണ് പറയണത് എന്നും വ്യാഖ്യാനങ്ങളിൽ കാണാനുണ്ട്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 57ാമത്തെ ശ്ലോകം നോക്കൂ. സ്ഫീതശ്രിയശാലിവ സുന്ദരാഭി ഫലാതിഭാരാനത നാളികേരാൻ ഇതഃ പ്രിയേ സാധു വിലോകയേഥാ ചോളാൻ നഭശ്യാമളപൂഗമാലാൻ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. സ്ഫീതശ്രിയ ശാലിവസുന്ധരാഭി ഫലാതിഭാരാനത നാളികേരാൻ ഇതഃ പ്രിയേ സാധു വിലോകയേഥാഹ ചോളാൻ നഭശ്യാമളപൂഗമാലാൻ. നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം. ഹേ പ്രിയേ, അല്ലയോ സത്യഭാമേ, പ്രിയതമേ, ഇതഃ ശാലിവസുന്ധരാഭി സ്ഫീതശ്രിയ ഫലാതിഭാരാനത നാളികേരാൻ നഭശ്യാമളപൂഗമാലാൻ ചോളാൻ സാധു വിലോകയേഥ. ഇതാണ് അന്വയം വരുന്നത്. ചോളദേശങ്ങൾ, അടുത്തതായിട്ട് ചോളദേശങ്ങളെ പറ്റിയിട്ടാണ് പറയണത്. ഗോദാവരി നദിയുടെ ഭംഗി, അതുപോലെ അവിടേക്ക് കുളിക്കാനായിട്ടും അതിൻ്റെ തീരത്ത് ഉല്ലസിച്ച് ക്രീഡിക്കാനൊക്കെ ആയിട്ട് വരുന്ന പാണ്ഡ്യ വനിതകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അതിന് ശേഷം വരുന്ന ഭാഗമാണ് ചോളദേശം. ചോളദേശത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. ഇതഃ ശാലിവസുന്ധരാഭിസ്ഫീതശ്രിയ. ഈ ഭാഗങ്ങളൊക്കെ വളരെ സുന്ദരമായിട്ട് കാണുന്നു, വളരെ ഐശ്വര്യമുള്ളതായിട്ട്. സ്ഫീതശ്രിയ എന്നാണ്, നല്ല പരിപൂർണമായിട്ടുള്ള ഐശ്വര്യത്തോടു കൂടിയത്. ഈ ഐശ്വര്യം എങ്ങനെയാണ് ഉണ്ടായത്? കവി പറയാണ്, ശാലിവസുന്ധരാഭിഹി. ശാലിവസുന്ധര, ശാലി എന്ന് പറഞ്ഞാൽ നെൽകൃഷി നടത്തുന്ന സ്ഥലം, അതിനെയാണ് ശാലി എന്ന് പറഞ്ഞാൽ. നെല്ല്, പലതരത്തിലുള്ള നെല്ലുകൾക്ക് പറയണ പേരാണ് ശാലി എന്ന്. രക്തശാലി എന്നൊക്കെ പേരുള്ള അരി വിത്തിനങ്ങളുണ്ട്. അതുപോലെ നീവാരങ്ങൾ, പലതരത്തിലുള്ള നെല്ലുകൾ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നതായ നെല്ലിൻ്റെ പേരാണ് ശാലി എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയാണ് ശാലി വസുന്ധര, അതായത് നെല്ല് വിളഞ്ഞു നിൽക്കുന്നതായ ഭൂവിഭാഗങ്ങൾ, പാടങ്ങൾ എന്നർത്ഥം. ക്ഷേത്രങ്ങളെന്ന് സംസ്കൃതത്തിലും പറയും. അങ്ങനെയുള്ള പ്രദേശങ്ങൾ ഇതാ ധാരാളമായിട്ട് കാണാനുണ്ട്. അതാണ് ശാലി വസുന്ധരാഭി സ്ഫീതശ്രിയ. നല്ലവണ്ണം തെളിഞ്ഞ ശോഭയോടുകൂടിയ ഐശ്വര്യത്തോടു കൂടിയതും. അതുപോലെ തന്നെ ഫല അതിഭാരാനത നാളികേരാൻ, നിറയെ കുലച്ചു നിൽക്കുന്നത് കൊണ്ട്, നിറച്ച് നാളികേരമുള്ളത് കൊണ്ട് കുനിഞ്ഞു നിൽക്കുന്നതായ, വളഞ്ഞു നിൽക്കുന്നതായ തെങ്ങിൻ തോപ്പുകളോട് കൂടിയത്. അതാണ് ഫല അതിഭാര നത നാളികേരങ്ങൾ. നാളികേര എന്നുള്ളത് കൊണ്ട് നാളികേര വൃക്ഷം എന്നർത്ഥം, അതായത് തെങ്ങ് എന്നർത്ഥം. ഫലം എന്നുള്ളത് ആദ്യം പറഞ്ഞതുകൊണ്ട് അവിടെ നാളികേര ഫലം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നാളികേരം നല്ലവണ്ണം വിളഞ്ഞു നിൽക്കുന്ന നാളികേരങ്ങളോട് കൂടിയതായ
തെങ്ങുകൾ, ആ തെങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്നതായ തെങ്ങിൻ തോപ്പുകൾ. അത്രയും തെങ്ങുകളുണ്ടെങ്കിലേ അതിനൊരു ഐശ്വര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂല്ലോ. ഒന്നോ രണ്ടോ തെങ്ങൊന്നല്ല, ദൂരെ നിന്ന് ആകാശമാർഗത്ത് കൂടെ കാണുമ്പോൾ ധാരാളം തെങ്ങുകൾ, നിറയെ നാളികേരമുള്ളതായ തെങ്ങുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. കൃഷി ചെയ്യുന്ന ഭൂമിക്ക് അതീവ സൗന്ദര്യമാണുള്ളത്. വെറുതെ ഊഷരമായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളെക്കാളും ഉഴുതുമറിച്ച് കൃഷി ചെയ്തിട്ടിരിക്കുന്നതായ നെല്ല് മുതലായിട്ടുള്ള കൃഷി നടത്തുന്നതായ പാടങ്ങളോട് കൂടിയ ഭൂമിക്ക് വളരെയധികം ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ആകാശമാർഗത്തു കൂടെ പോകുമ്പോൾ അത് കാണുമ്പോൾ സൗന്ദര്യം കൂടുതൽ അനുഭവപ്പെടുകയും ചെയ്യും. അതാണ് ഇവിടെ കവി പറയണത്. ധാരാളം നെല്ല് വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ കാണാനുണ്ട്. അതുപോലെ നിറയെ നാളികേര കുലകളോട് കൂടിയ തെങ്ങുകൾ കാണാനുണ്ട്. ഇനി തെങ്ങുകളുടെ ഒപ്പം തന്നെ മറ്റൊന്നു കൂടിയുണ്ട്. നഭശ്യാമള പൂഗമാലാൻ. നഭശ്യാമള പൂഗമാല, നഭസ്സിനെ, ആകാശത്തിനെ ഇരുണ്ട നിറമാക്കുന്നതായ, നഭസ് നല്ല നീല നിറമാണ് എങ്കിലും നഭസ്സിനെ മുഴുവനും ഇരുണ്ട നിറത്തോടു കൂടിയാക്കുന്ന പൂഗമാലകൾ. പൂഗം എന്ന് പറഞ്ഞാൽ കവുങ്ങാണ്. അടയ്ക്കാന്നും കവുങ്ങ എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെ ഈ അടയ്ക്കകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായ കവുങ്ങിൻ നിരകൾ, കവുങ്ങിൻ തോപ്പുകളും കാണാനുണ്ട്. അതാണ് നഭശ്യാമള പൂഗമാലാൻ ചോളാൻ സാധു വിലോകയേധ. അങ്ങനെയൊക്കെയുള്ള ഇത്തരത്തിലെ വിവിധ വൃക്ഷങ്ങളോടും കൃഷികളോടും കൂടിയതായ ചോളദേശത്തെ കാണൂ പ്രിയതമേ എന്നാണ് പറയുന്നത്. ചോളാൻ സാധു വിലോകയേധ. ചോളദേശത്തെ നല്ലവണ്ണം നോക്കിക്കണ്ടോളൂ. എന്തൊരു ഭംഗിയാണ് ആ ദേശം കാണാൻ. നിറയെ തെങ്ങുകളുണ്ട്, നിറയെ കവുങ്ങുകളുണ്ട്, ഇതിലൊക്കെ നിറയെ ഫലങ്ങളുണ്ട്. അടക്കയും ധാരാളമുണ്ട്, നാളികേരം ധാരാളമുണ്ട്, അതുപോലെ തന്നെ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കാണാനുണ്ട്. നല്ലവണ്ണം ഇതൊക്കെ നോക്കിക്കോളൂ സത്യഭാമേ എന്നാണ് ശ്രീകൃഷ്ണൻ പത്നിയോട് പറയുന്നത്. നല്ല സുന്ദരമായിട്ടുള്ള കൃഷിസ്ഥലങ്ങളുടെ വർണ്ണനയാണ്. തെക്കൻ ദിക്കിലേക്കൊക്കെ വരുമ്പോഴും വളരെ വ്യക്തമായിട്ടുള്ള വർണ്ണന കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള വർണ്ണനകൾ, നാളികേരം, അതുപോലെ ശാലി വസുന്ധര എന്നൊക്കെ പറയണത് കൊണ്ടും ഒക്കെ ആയിരിക്കണം ഈ കവി, അതായത് സുകുമാര കവി കേരളീയനായിരുന്നു അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്കാരനായിരുന്നു എന്നൊക്കെ പറയണത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പരിഭ്രമച്ഛംഖനഖാർപ്പിതാനി രേഖാസഹസ്രാണി തടോപകണ്ഠേ അസ്യാ ജഗദ്വിശ്രുതവൈഭവായാഃ പ്രശസ്തിവർണ്ണശ്രിയമുദ്വഹന്തി സ്ഫീതശ്രിയശാലിവസുന്ധരാഭി ഫലാദിഭാരാനതനാളികേരാൻ ഇതഃ പ്രിയേ സാധുവിലോകയേധാ ചോളാൻ നഭശ്യാമള പൂഗമാലാൻ. ഇനി തുടർന്നുള്ള ശ്ലോകത്തിലും ചോളദേശത്തെ പറ്റി വർണ്ണിക്കുന്നത് കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.